തെരഞ്ഞെടുപ്പ് അവലോകനം മുഖ്യ അജണ്ടയായ KPCC നിർവാഹക സമിതി യോഗത്തിൽ DCC പ്രസിഡന്റുമാരുടെ റിപ്പോർട്ട് അവതരണമായിരുന്നു ആദ്യഘട്ടത്തിൽ നടന്നത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന പൊതുചർച്ചയിലാണ് KC വേണുഗോപാലിനും ആലപ്പുഴ DCC പ്രസിഡന്റിനുമെതിരെ ഷാനിമോൾ ഉസ്മാൻ ആഞ്ഞടിച്ചത്. സോളാർ കേസിലെ മുഖ്യപ്രതി സരിത എസ് നായരുമായുള്ള KC വേണുഗോപാലിന്റെ ബന്ധം പാർട്ടി അന്വേഷിക്കണമെന്ന് ഷാനിമോൾ ആവശ്യപ്പെട്ടു. DCC പ്രസിഡന്റ് KCയുടെ ദാസനായാണ് പ്രവർത്തിക്കുന്നത്. തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തിയതായും അവർ ആരോപിച്ചു. യോഗത്തിൽ ആമുഖ പ്രഭാഷണം നടത്തിയ KPCC പ്രസിഡന്റ് VM സുധീരൻ UDFന് 15 സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞു. പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന മുൻതൂക്കം പിന്നീട് നിലനിർത്താൻ കഴിഞ്ഞോ എന്ന സംശയമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രകടിപ്പിച്ചത്. വെള്ളാപ്പള്ളി നടേശൻ UDFനെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല ഉപദ്രവിക്കാനും ശ്രമിച്ചതായി ആലപ്പുഴ DCC പ്രസിഡന്റ് AA ഷുക്കൂർ പറഞ്ഞു. മഹിളാ സംഘങ്ങളുടെ യോഗം വിളിച്ചും മറ്റും സാമുദായിക വികാരം വളർത്താൻ ശ്രമിച്ചു. KC വേണുഗോപാലിനെതിരെ അപഹരണം നടത്തിയത് കോൺഗ്രസുകാർ തന്നെയാണെന്നും ഷുക്കൂർ പറഞ്ഞു. ഇടുക്കിയിൽ കസ്തൂരിരംഗൻ വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. മണ്ഡലത്തിന്റെ എല്ലാ മേഖലയിലും UDFന് വോട്ട് ചോർച്ചയുണ്ടായെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് റോയ് K പൗലോസ് പറഞ്ഞു. കോട്ടയത്ത് കോൺഗ്രസുകാർ പ്രവർത്തിച്ചതുപോലെ പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും കേരള കോൺഗ്രസുകാർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ലെന്നായിരുന്നു കോട്ടയം DCC പ്രസിഡന്റ് ടോമി കല്ലാനിയുടെ വിമർശം. സിറ്റിംഗ് സീറ്റ് RSPക്ക് വിട്ടുകൊടുത്തതിൽ കൊല്ലത്തെ ഒരു വിഭാഗം പ്രവർത്തകർക്ക് അതൃപ്തി ഉണ്ടായതായും അത് പ്രവർത്തനത്തിൽ പ്രതിഫലിച്ചതായും വിലയിരുത്തലുണ്ടായി. മീഡിയ 1 തിരുവനന്തപുരം.